ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ലാപ്ടോപ്പിന്റെ ടെൻഡർ എങ്ങനെയെങ്കിലും അടിച്ചുമാറ്റാനായി നടക്കുകയാണ് ജയൻ. അതുവഴി തനിക്കൊരു കോടീശ്വരനാകാൻ സാധിക്കുമെന്നും ഒക്കെ പറയുമ്പോൾ കൊച്ചുമണിയും പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെ ജയന്റെ കൂടെ നിൽക്കുന്നു. നാളെയാണ് ടെൻഡറിന്റെ ദിവസമെന്നും എങ്ങനെയെങ്കിലും ഒപ്പ് മേടിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ട് കമ്പനിക്കാർ ജയനെ വിളിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കാര്യങ്ങൾ നടത്തിയിരിക്കുമെന്നും ജയൻ അവർ കുറിപ്പ് നൽകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. നേരം വൈകിട്ടും രാജുവിനെ കാണാത്തതുകൊണ്ട് തന്നെ ടെൻഷനോടെ നിൽക്കുകയാണ് ഋതിക. തുടർന്ന് രാത്രി ഏറെ ആകുമ്പോഴാണ് രാജു വീട്ടിലേക്ക് വരുന്നത്. മേഡം എന്താ കിടക്കാഞ്ഞതെന്ന് രാജു ചോദിക്കുമ്പോൾ അത് പിന്നെ രാജു വന്നിട്ട് കിടക്കാമെന്ന് കരുതി ഞാൻ ഇരിക്കുകയായിരുന്നെന്ന് ഋതിക പറയുന്നു. അതേസമയം ഒളിഞ്ഞു നോക്കുന്ന ജയൻ ടെൻഡറിന്റെ പേപ്പറുകളെല്ലാം തന്നെ രാജുവിന്റെ കയ്യിൽ ഫയലിലിരിക്കുന്നതായി കാണുകയാണ്. അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം, എന്നാൽ മാത്രമേ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളെന്ന് ജയൻ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രമ്യയുടെ വീടാണ്. രമ്യയുടെ ഒരു കൂട്ടുകാരി രമ്യയോട് വന്നിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് രാജുവിൻ്റെ കാര്യങ്ങൾ കൂടി പറയുമ്പോഴേക്കും രമ്യയ്ക്ക് സമനില തെറ്റുകയാണ്. മര്യാദയ്ക്ക് നിന്ന് ഇറങ്ങിപ്പോയിക്കോണമെന്ന് രമ്യ കൂട്ടുകാരിയോട് പറയുന്നു. ഇത് കേൾക്കുന്ന കൂട്ടുകാരി ദേഷ്യത്തോടെ പറയുകയാണ്, നീ നശിച്ചു പോകട്ടെ, 1000 പേരെ നീ പ്രേമിച്ചാലും അവരെല്ലാവരും നിന്നെ ചതിച്ചിട്ട് പോവുകയുള്ളൂ, നീ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് രമ്യയെ പ്രാഗിക്കൊണ്ട് കൂട്ടുകാരി അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സമനില തെറ്റിയവരെ പോലെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു ദൂരേക്കെറിയുന്ന രമ്യയാണ്. ഇപ്പൊ തന്നെ രാജുവിനെയും കുടുംബത്തെയും ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് രമ്യ ദേഷ്യത്തോടെ പറയുമ്പോൾ രാത്രി തന്നെ രുക്മിണി രാജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് എൻ്റെ വാടക വീട് ഇപ്പൊ തന്നെ ഒഴിയണം, ഈ നിമിഷം തന്നെ നിങ്ങൾ ഇത് ഒഴിഞ്ഞു തരണമെന്നും രുക്മിണി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വേണുവും രാധമ്മയും മറ്റുള്ളവരും. ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഈ രാത്രി ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകാനാണെന്ന് വേണു ചോദിക്കുമ്പോൾ രുക്മിണി പറയുകയാണ്, പള്ളിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുമൊക്കെ തെണ്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ടെന്നാ കേട്ടത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു അപേക്ഷ ചെന്ന് കൊടുക്ക്, നിങ്ങൾക്കും എന്താണെങ്കിലും കിട്ടാതിരിക്കില്ല. ഇത് കേൾക്കുന്ന രാധമ്മയും രുക്മിണിയുടെ സ്വഭാവത്തിന് വന്ന മാറ്റത്തെക്കുറിച്ച് ആലോചിച്ച് ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് രാജു ദേഷ്യത്തോടെ രുക്മിണിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ദേ രമ്യടമേ, നിങ്ങൾ പറയുന്നത് എപ്പോഴും ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും എന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഈ രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾക്കൊട്ട് ഇറങ്ങാൻ പറ്റില്ല താനും. മര്യാദകേട് ഇനിയും പറഞ്ഞാൽ നിങ്ങൾ വിവരം അറിയുമെന്ന് രാജു ദേഷ്യത്തോടെ പറയുമ്പോൾ രാജുവിൻ്റെ ദേഷ്യം കണ്ട് പേടിയോടെ നിൽക്കുന്ന രുക്മിണിയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.